Hello children, welcome back to the grammar classes for English improvement. നമ്മുടെ ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് മനസ്സിലാവുന്നുണ്ട്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വെയിറ്റിംഗ് ഫോർ സെക്കൻഡ് വീഡിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ഇട്ടിരുന്നു. ഞങ്ങളുടെ ഇവിടെ ചെറുതായിട്ട് വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ചെറിയ ലാഗ് വന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ ഹോറഗലുൻ്റെ ക്ലാസ് ഇട്ടിരുന്നു. നിങ്ങൾ ഈ +1 ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഇടയിൽ നിങ്ങൾ +2നെ മുക്കിക്കളയരുത്. +2ഉം ഒരുപോലെ തന്നെ കൊണ്ടുപോകണം. +1ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഇമ്പ്രൂവ്മെൻറ്റിന് പഠിക്കാനായിട്ടൊരു പെർട്ടിക്കുലർ ടൈം നമ്മൾ മാറ്റി വെക്കണം. ഇംഗ്ലീഷ് ആണെങ്കിലും ഏത് വിഷയമാണെങ്കിലും അതിനുവേണ്ടി ഒരു സമയം നമ്മൾ മാറ്റി വെക്കണം. അത് +2ൻ്റെ പഠിത്തത്തെ ഒരിക്കലും ബാധിക്കാൻ പാടില്ല. ഓക്കെ, അപ്പം ആ ഒരു തിരക്കിലൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ വെള്ളപ്പൊക്കമാണ്. ഇപ്പം ഞങ്ങളുടെ നാട്ടിലെ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം വേണമെങ്കിൽ ഞാനൊന്ന് ചെറുതായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇത് തോടാണ്. തോട് കര കവിഞ്ഞൊഴുകിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, വീടുകളിലൊക്കെ വെള്ളം കയറി. റോഡ് ആണിത്. പ്രകൃതി രമണീയല്ലേ, നോക്കിക്കേ, കൊള്ളാം അല്ലേ? ഇത് മോളാണ്. കൂട്ടുകാരും മുതിർന്നവരുടെ അസിസ്റ്റൻസോടു കൂടിയാണ് അവർ ചെങ്ങാടമൊക്കെ കെട്ടിയതും കളിച്ചതും. ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റമാണ്. ഫ്രണ്ടിൽ പാടമാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇത്രയും വെള്ളമാണ് കയറിയത്. മുറ്റത്ത് അകത്തോട്ടൊന്നും കയറിയില്ല. ഒരു സ്റ്റെപ്പ് മുങ്ങി, പക്ഷേ ഇപ്പോൾ ആ സ്റ്റെപ്പിൽ നിന്ന് വെള്ളം ഇറങ്ങി. വലിയ കുഴപ്പമില്ല. കുട്ടനാടിൻ്റെ സീനിക് ബ്യൂട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വെള്ളപ്പൊക്കം ഇവിടെ സർവ്വസാധാരണമാണ്. ഡാം ഒന്നും തുറന്നു വിട്ട് വലിയ സിവിയർ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലേ ഉള്ളൂ പ്രശ്നം. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് അത്ര വലിയ പുത്തരിയൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രാമറിലേക്ക് പോകാം. നമ്മുടെ +1 ടെക്സ്റ്റിലെ പേജ് നമ്പർ 48-ൽ ഒരു ലാംഗ്വേജ് ടിപ്സ് എന്ന് പറഞ്ഞൊരു പോർഷൻ കിടപ്പുണ്ട്. നിങ്ങൾ കണ്ടു കാണും. നിങ്ങൾ കഴിഞ്ഞ വർഷം ടീച്ചർ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു വിട്ട ഒരു പോർഷനായിരുന്നു ഈ പറഞ്ഞ ലാംഗ്വേജ് ടിപ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ അതിൻ്റെ മുകളിൽ കോൺകോഡ് എന്ന് എഴുതിയിട്ടുണ്ട്. CONCORD, കോൺകോഡ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ആൻഡ് ദിസ് കോൺകോഡ് മീൻസ് എഗ്രിമെൻറ്റ്. അതാണ് നമ്മുടെ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. അപ്പം നമ്മുടെ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നല്ല ക്ഷമയോടുകൂടി വേണം കേൾക്കാനായിട്ട്. കാരണം ഇത്തിരി കൺഫ്യൂസിങ് ആണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, റൂൾസ് പറയാതെ ഞാൻ എക്സാമ്പിൾസിലൂടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ നിങ്ങളൊരു നോട്ട്ബുക്കും ഒരു പെന്നും കയ്യിൽ കരുതുക. നമ്മുടെ ഗ്രാമർ പഠിക്കാനായിട്ട് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഇംഗ്ലീഷ് ഗ്രാമറിന് ഒരു നോട്ട്ബുക്ക് നിങ്ങൾ കരുതുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പുതിയതൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല. പഴയ ഏതെങ്കിലും ഒരു നോട്ട്ബുക്കിൻ്റെ പുറകിലോ വല്ലതും എഴുതി തുടങ്ങിയാൽ മതി. ഇച്ചിരി പേജുള്ള നോട്ട്ബുക്ക് ആയിരിക്കണം. അപ്പം അത് നമുക്ക് റിവിഷൻ്റെ സമയത്താണെങ്കിലും ഇടയ്ക്കിടയ്ക്കും ഒക്കെ നമുക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. +2ലേക്ക് നമുക്കിത് പ്രയോജനപ്പെടും കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ് നമ്പർ 1 അല്ല. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഓക്കെ, വെൻ ദി സബ്ജക്റ്റ് കണ്ടെയ്ൻസ് 2 nouns or pronouns joined with an and, ഒരു ആൻഡ് കൊണ്ട് 2 നൗണിനെയോ അല്ലെങ്കിൽ പ്രോനൗണിനെയോ ജോയിൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ വേർബ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 നൗൺ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയെങ്കിലും പേരിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. അതുപോലെ പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ഈ നൗണിന് പകരം യൂസ് ചെയ്യുന്നതാണ് പ്രോനൗൺ. ഇപ്പോൾ റാം ആണെങ്കിൽ ഹി ആണ് പ്രോനൗൺ. ഓക്കെ, സോ റാം ആൻഡ് ഗീത ആർ തിക് ഫ്രണ്ട്സ്. ഇങ്ങനൊരു സെൻറ്റൻസ് എടുക്കാം. രാം ആൻഡ് ഗീത 2 നൗണാണ്, രാമും ഗീതയും. അവരെ നമ്മൾ ജോയിൻ ചെയ്തേക്കുന്നത് ഏത് വെച്ചിട്ടാണ്? ആൻഡ് ഉപയോഗിച്ച്. സോ ദി വേർബ് എന്ന് പറയുന്നത് പ്ലൂറലാണ്, ആർ. അറിയാവുന്ന കാര്യമാണ്, സിമ്പിളാണ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടോം ആൻഡ് ഹിസ് ഫ്രണ്ട്സ്. പറഞ്ഞല്ലോ, ടോം എന്ന് പറയുന്നത് സിംഗുലർ നൗണാണ്, ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പ്ലൂറൽ നൗണാണ്. അത് രണ്ടും നമ്മൾ ആൻഡ് വെച്ച് ജോയിൻ ചെയ്തു. ഹാവ് കം ടു മൈ ഹോം. ഹാവ്, ഓക്കെ, ഹാവ് പ്ലൂറലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ടോം ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഹാവ് കം ടു മൈ ഹൗസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ?
ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. കാരണം കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയിന്റ് നമ്പർ 2ലേക്ക് പോകാം. വെൻ 2 or more singular subjects are joined by or, either or, neither nor. അങ്ങനെ രണ്ടിൽ കൂടുതലോ സിംഗുലർ സബ്ജക്റ്റ്, സിംഗുലർ നൗൺ, അതിനെ ഓർ അല്ലെങ്കിൽ ഐദർ ഓർ അല്ലെങ്കിൽ നൈദർ നോർ വെച്ച് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വേർബ് എന്ന് പറയുന്നത് സിംഗുലർ ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റാം ഓർ മോഹൻ ഈസ് ഗോയിങ് ടു ദി ഹോസ്പിറ്റൽ. റാം ഓർ മോഹൻ ഈസ് ഗോയിങ് ടു ദി ഹോസ്പിറ്റൽ. റാം അല്ലെങ്കിൽ മോഹൻ, ഒരാളെ പോകത്തുള്ളൂ. ഓക്കെ, ഇത് തന്നെ ഐദർ റാം ഓർ മോഹൻ ഈസ് ഗോയിങ് ടു ദി ഹോസ്പിറ്റൽ. ഈസ്, ഓക്കെ, ഐദർ ഓർ വന്നാലും ഈസ് തന്നെയാണ്, നൈദർ നോർ വന്നാലും ഈസ് തന്നെയാണ്. നൈദർ റാം നോർ മോഹൻ ഈസ് ഗോയിങ് ടു ദി ഹോസ്പിറ്റൽ. രാമും പോകുന്നില്ല, മോഹനും പോകുന്നില്ല. നൈദർ നോറിൻ്റെ അർത്ഥം അങ്ങനെയാണ്, രണ്ടുപേരും പോകുന്നില്ല എന്നുള്ള അർത്ഥം. ഐദർ ഓർ ആണെങ്കിലോ അവരിൽ ഒരാളാണ് പോകുന്നത്. റാം ഓർ മോഹൻ ഇസ് ഗോയിങ് എന്ന് പറഞ്ഞാലോ അതും ഒരാൾ പോകുന്നു എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പം ഈ ഓർ വെച്ചിട്ട് രണ്ട് സിംഗുലർ നൗണിനെ നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ദി വേർബ് വിൽ ബി സിംഗുലർ. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം നമുക്ക് പോയിന്റ് നമ്പർ 3ലേക്ക് കിടക്കാം. പോയിന്റ് നമ്പർ 3 എന്ന് പറഞ്ഞാൽ when the subject contains both singular and plural nouns. സിംഗുലർ നൗണും പ്ലൂറൽ നൗണും ഉണ്ടെങ്കിൽ and they are joined by or, either or, neither nor, then the verb agrees to the subject which is nearer to it. വേർബ് എഗ്രി ചെയ്യുന്നത് അതിനോട് ചേർന്ന് കിടക്കുന്ന സബ്ജക്റ്റുമായിട്ടാണ്. ഓക്കെ, മനസ്സിലായോ? ഒരു എക്സാമ്പിൾ നോക്കാം. ടോണി ഓർ ഹിസ് ഫ്രണ്ട്സ് റൺ എവ്രി ഡേ. ടോണി എന്ന് പറയുന്നത് സിംഗുലർ നൗണാണ്, ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പ്ലൂറൽ നൗണാണ്. അപ്പം റൺ ആണ് വരുന്നത്. ഓക്കെ, റൺ എന്ന് പറയുന്നത് ഏതുമായിട്ടാണ് നമ്മൾ എഗ്രി ചെയ്തത്? റണ്ണിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ടാണ് ഈ വേർബ് എഗ്രി ചെയ്തത്. ഓക്കെ, അല്ലായിരുന്നുവെങ്കിൽ റൺസ് വരേണ്ടതാണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് കിടക്കുന്നത് ഏതാണ്? ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഇതേ സെൻറ്റൻസിനെ നമുക്കൊന്ന് തിരിച്ചിടാം. ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ടോണി. അങ്ങനെയാണെങ്കിൽ റൺസ് എവ്രി ഡേ എന്നാണ് വരുന്നത്. ടോണി ആയിട്ടാണ് വേർബ് എഗ്രി ചെയ്യുന്നത്. പിടികിട്ടിയല്ലോ? നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഐദർ ഓർ വെച്ച് നോക്കാം. ഐദർ റാം ഓർ ഹിസ് ബ്രദേഴ്സ് ഹാവ് പെയ്ഡ് ദ ബിൽ. ഒന്നുകിൽ റാം അല്ലെങ്കിൽ ഹിസ് ബ്രദേഴ്സ് ഹാവ് പെയ്ഡ് ദ ബിൽ. എങ്ങനെയാണ് ഹാവ് വന്നത്? ഇറ്റ് ഹാസ് അഗ്രീഡ് ടു ഹിസ് ബ്രദേഴ്സ്. ആ സബ്ജക്റ്റുമായിട്ടാണ്, അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആ സബ്ജക്റ്റുമായിട്ടാണ് അഗ്രി ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇതേ സെൻറ്റൻസിനെ തിരിച്ചിട്ടാലോ? ഐദർ ഹിസ് ബ്രദേഴ്സ് ഓർ റാം ഹാസ് പെയ്ഡ് ദ ബിൽ. ഓക്കെ, ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഏകദേശമൊക്കെ പിടികിട്ടിയെന്ന് തോന്നുന്നു. നിങ്ങൾ എന്തായാലും പോയിൻറ്റ്സ് നിങ്ങൾ എഴുതിയെടുക്കുക. എന്നിട്ട് നമ്മൾ കൂടുതൽ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ആദ്യം തന്നെ എക്സസൈസ് തരാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് എക്സസൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓരോന്നോരോന്നായിട്ട് എക്സസൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അപ്പോൾ ഇതിൻ്റെ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന്. അപ്പം മൊത്തത്തിലൊരു മുഴുവൻ പഠിച്ചതിന് ശേഷം നമുക്ക് എക്സസൈസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പം നിങ്ങളൊന്ന് തെറോ ആവും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. വെൻ ടു സബ്ജക്ട്സ് ആർ ജോയിൻഡ് വിത്ത് ആസ് വെൽ ആസ്, മോർ ദാൻ, ആസ് മച്ച് ആസ്. ഈ 3 ഐറ്റംസ് ആസ് വെൽ ആസ്, മോർ ദാൻ ആൻഡ് ആസ് മച്ച് ആസ്, ഇത് 3 വന്നു കഴിഞ്ഞാൽ വേർബ് അഗ്രീസ് വിത്ത് ദി ഫസ്റ്റ്
സബ്ജക്റ്റ്. വേർബ് നിയറസ്റ്റുമായിട്ടല്ല, ഫസ്റ്റ് സബ്ജക്റ്റുമായിട്ട്, ആദ്യം ഏത് സബ്ജക്റ്റാണോ കിടക്കുന്നത് അതുമായിട്ടാണ് വേർബ് എഗ്രി ചെയ്യുന്നത്. ഓക്കെ, ഇത് വരുന്നത് എവിടെയാണ്? ആസ് വെൽ ആസ് മച്ച് ആസ് ആൻഡ് മോർ ദാൻ വരുന്ന സ്ഥലത്താണ്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ദി ഗേൾസ് ആസ് വെൽ ആസ് their teacher have left. The girls എന്നുള്ളത് ആണ് ആദ്യത്തെ സബ്ജക്റ്റ്. ആസ് വെൽ ആസ് their teacher, അത് സിംഗുലർ ആണ് ടീച്ചർ എന്നുള്ളത്. പക്ഷേ വേർബ് എഗ്രി ചെയ്യുന്നത് ഏതുമായിട്ടാണ്? ഫസ്റ്റ് സബ്ജക്റ്റ്. അതുകൊണ്ടാണ് ഹാവ് വന്നത്. സ്ട്രെസ് എപ്പോഴും ആദ്യത്തെ സബ്ജക്റ്റിനായിരിക്കും. ഇത് വരുമ്പം ആസ് വെൽ ആസും മോർ ദാനും ആസ് മച്ച് ആസും വരുമ്പം സ്ട്രെസ്സ് ആദ്യത്തെ സബ്ജക്റ്റിനായിരിക്കും. ഓക്കെ, മോർ ദാൻ നോക്കാം. മോർ ദാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും കമ്പാരിസന് വേണ്ടിയിട്ടാണ് നമ്മൾ മോർ ദാൻ ഉപയോഗിക്കുന്നത്, അല്ലേ? ഇത് അതിനേക്കാൾ നല്ലതാണ്, അല്ലെ അതിനേക്കാൾ ഉയർന്നതാണ്, ഒരു കമ്പാരിസന് വേണ്ടിയിട്ടാണ് നമ്മൾ മോർ ദാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, രഘു പ്ലേസ് ക്രിക്കറ്റ് more skillfully than his friends. Friends ഉണ്ടെങ്കിലും stress is on Raghu, so he plays. ഓക്കെ, അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ എന്തായാലും വരത്തില്ല. അത് നമുക്ക് സ്ട്രെസ് രഘുവിലാണ് എന്നുള്ള കാര്യം ഇറ്റ്സ് അണ്ടർസ്റ്റുഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ആസ് വെൽ ആസ് വരുമ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെയാണ് അടുത്ത കേസ് ആസ് മച്ച് ആസ്. ആസ് മച്ച് ആസിനൊരു എക്സാമ്പിൾ നോക്കാം. ഷീ earns as much as her seniors. അവളുടെ സീനിയേഴ്സിനെ പോലെ തന്നെ ഏൺ ചെയ്യുന്നു, സമ്പാദിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണൊരു സെൻറ്റൻസ്. അപ്പം ഇവിടെ സ്ട്രെസ് ഇസ് ഓൺ ഷീ, സ്ട്രെസ് ഇസ് ഓൺ ഷീ, അത് അണ്ടർസ്റ്റുഡ് ആണ്. നമുക്ക് ഈ ആസ് മച്ച് ആസിൻ്റെ കാര്യത്തിലും മോർ ദാൻ്റെ കാര്യത്തിലും ഒരു കൺഫ്യൂഷൻ എന്തായാലും വരില്ല. ഓക്കെ, സ്ട്രെസ് ഇസ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് നമുക്ക് അറിയാം. ബട്ട് ഈ ആസ് വെൽ ആസിൻ്റെ കാര്യത്തിലാണ് നമുക്കൊരു കൺഫ്യൂഷൻ തോന്നുന്നത്. അപ്പം നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ നോക്കിയിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, ഹർ ഫ്രണ്ട്സ് ആസ് വെൽ ആസ് മീനു ആർ റേഡിയോ ജോക്കീസ്. ഹർ ഫ്രണ്ട്സ് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മുടെ വേർബ് അതുമായിട്ട് അഗ്രി ചെയ്യുന്നു, ഫസ്റ്റ് കിടക്കുന്ന ആ സബ്ജക്റ്റ് ആയതുകൊണ്ട്. തിരിച്ച് മീനു ആസ് വെൽ ആസ് ഹർ ഫ്രണ്ട്സ് ഈസ് എ റേഡിയോ ജോക്കി. ഓക്കെ, മീനു സിംഗുലർ ആയതുകൊണ്ട് ആസ് വെൽ ആസ് ഹർ ഫ്രണ്ട്സ് എന്നുള്ളത് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സ്ട്രെസ് ഷുഡ് ബി ഓൺ മീനു. മീനു ഇസ് എ റേഡിയോ ജോക്കി. മീനു ആസ് വെൽ ആസ് ഹർ ഫ്രണ്ട്സ് ഈസ് എ റേഡിയോ ജോക്കി. അപ്പം സെൻറ്റൻസ് ചിലപ്പോൾ ഒരു ഓക്വേർഡായിട്ട് തോന്നും, എങ്കിലും ഗ്രമാറ്റിക്കലി ദാറ്റ് ഇസ് കറക്റ്റ്. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം മറന്നു പോകരുത്. ആസ് വെൽ ആസ് എന്ന് പറയുമ്പോൾ പലരും അതിനെ ആൻഡിൻ്റെ സിനോണിമായിട്ടാണ് കാണുന്നത്. ആൻഡിന് പകരം ഒരു വാക്കായിട്ടാണ് ആസ് വെൽ ആസിനെ കാണുന്നത്. ആസ് വെൽ ആസ് ആൻഡും സിനോണിംസ് അല്ല, ഒരേ അർത്ഥം അല്ല. ആസ് വെൽ ആസ് ആൻഡ് എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. പക്ഷേ ആസ് വെൽ ആസ് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ്. സ്ട്രെസ്സ് എപ്പോഴും ഫസ്റ്റ് സബ്ജക്റ്റിനാണ് കൊടുക്കേണ്ടത്. ആസ് വെൽ ആസ് ആണെങ്കിലും മോർ ദാൻ ആണെങ്കിലും അതുപോലെ തന്നെ ആസ് മച്ച് ആസ് ആണെങ്കിലും സ്ട്രെസ് എപ്പോഴും ഫസ്റ്റ് സബ്ജക്റ്റിനാണ് കൊടുക്കേണ്ടത്. മോർ ദാൻ എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ എന്നാണ് അർത്ഥം. അതിലും കൂടുതൽ എന്ന് കമ്പയർ ചെയ്യുക, ഇതിനേക്കാൾ അത് കൂടുതലാണ് എന്നുള്ള അർത്ഥം. ഓക്കെ, പിന്നെ ആസ് മച്ച് ആസ് എന്ന് പറഞ്ഞാൽ അത്ര തന്നെ എന്നുള്ള അർത്ഥം. ഇതെത്രയാണോ അത്ര തന്നെ എന്നുള്ള അർത്ഥം. അപ്പം ഈ അർത്ഥം ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സ്ട്രെസ്സ് ആദ്യത്തെ സബ്ജക്റ്റിനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. വിത്ത്, അലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ഇൻ ദ കമ്പനി ഓഫ്, ഇൻ അഡീഷൻ ടു, ബിസൈഡ്സ്, അക്കമ്പനീഡ് ബൈ. ഇത്രയും സംഭവങ്ങൾ വരികയാണെങ്കിൽ, ഇതൊക്കെ ഒന്ന് എഴുതി വെക്കണേ. ഇത്രയും സംഭവങ്ങൾ വരികയാണെങ്കിൽ verb agrees with the first subject. ഓക്കെ, ഏതൊക്കെയായിരുന്നു ആ ഐറ്റംസ്? വിത്ത്, അലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ഇൻ ദ കമ്പനി ഓഫ്, ഇൻ അഡീഷൻ ടു, ദെൻ ബിസൈഡ്സ്, അക്കമ്പനീഡ് ബൈ. ഇത്രയും കാര്യങ്ങൾ വരുവാണെങ്കിൽ സബ്ജക്റ്റ്
വേർബ് എഗ്രി ചെയ്യുന്നത് ആദ്യത്തെ സബ്ജക്റ്റുമായിട്ടാണ്. ഓക്കെ, നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. നമുക്ക് വിത്ത് വെച്ച് തന്നെ ആദ്യം നോക്കാം. മൈ ഫ്രണ്ട് വിത്ത് ഓൾ ഹിസ് സ്റ്റുഡൻസ് ഏതാ വരുന്നത്? ഹാസ് അറൈവ്ഡ്. നമ്മുടെ ടെക്സ്റ്റിനകത്ത് കിടക്കുന്ന എക്സാമ്പിളാണ്. മൈ ഫ്രണ്ട് വിത്ത് ഓൾ ഹിസ് സ്റ്റുഡൻസ് ഹാസ് അറൈവ്ഡ്. നമുക്ക് ഈ സ്റ്റുഡൻസ് എന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഹാവ് എഴുതാനൊരു ടെൻഡൻസിയാണ് അല്ലേ? പക്ഷെ വിത്ത് ആയതുകൊണ്ട് മൈ ഫ്രണ്ടിനാണ് സ്ട്രെസ് കൊടുക്കേണ്ടത്. മൈ ഫ്രണ്ട് വിത്ത് ഓൾ ഹിസ് സ്റ്റുഡൻസ്. അപ്പോൾ ഒരു കോമ എന്തായാലും കാണും. അപ്പോൾ ഈ അത് കഴിഞ്ഞിട്ടുള്ള വിത്ത് ഓൾ ഹിസ് സ്റ്റുഡൻസ് എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് അങ്ങ് കുറയുന്നു. മൈ ഫ്രണ്ടിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. നേരെ തിരിച്ചാണെങ്കിലോ, ഈ സെൻറ്റൻസിനെ തിരിച്ചിട്ടാൽ ഓക്വേർഡ് ആവും. അതുകൊണ്ട് നമുക്ക് വേറൊരു സെൻറ്റൻസ് ഉണ്ടാക്കാം. ഓൾ ദ സ്റ്റുഡൻസ് വിത്ത് ദെയർ ടീച്ചർ ഹാവ് അറൈവ്ഡ്. ഓൾ ദ സ്റ്റുഡൻസിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഓൾ ദ സ്റ്റുഡൻസ് വിത്ത് ദെയർ ടീച്ചർ ഹാവ് അറൈവ്ഡ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്തത്, അതായത് വിത്താണ്. വിത്ത് എന്ന് പറഞ്ഞാൽ കൂടെ. ഇനി എലോങ് വിത്ത്. എലോങ് വിത്ത് എന്ന് പറഞ്ഞാൽ അതിനൊപ്പം. ഏകദേശം സെയിം മീനിങ് ആണ് എങ്കിലും നമുക്ക് നോക്കാം. എലോങ് വിത്ത്. അപ്പോൾ ഇതേ സെൻറ്റൻസിനെ നമുക്ക് മൈ ഫ്രണ്ട് എലോങ് വിത്ത് ഓൾ ഹിസ് സ്റ്റുഡൻസ് ഹാസ് അറൈവ്ഡ്. ഓക്കെ, സബ്ജക്റ്റ് വേർബ് ആദ്യത്തെ സബ്ജക്റ്റുമായിട്ടാണ് അഗ്രി ചെയ്യുന്നത്. എലോങ് വിത്ത് വന്നാലും വിത്ത് വന്നാലും. ഇനിയും അടുത്തത് ടുഗെദർ വിത്ത്. ടുഗെദർ വിത്ത് എന്ന് പറഞ്ഞാൽ ഒന്നിച്ച്, ഒരുമിച്ച്. ഓക്കെ, അതും ഇത് തന്നെ. എല്ലാം ഏകദേശം ഒരേ മീനിങ് തന്നെയാണ് വരുന്നത്. നമുക്ക് നോക്കാം. മൈ ഫ്രണ്ട് ടുഗെദർ വിത്ത് ഓൾ ഹിസ് സ്റ്റുഡൻസ് ഹാസ് അറൈവ്ഡ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അടുത്തത് ഇൻ ദ കമ്പനി ഓഫ്. അതും ഏകദേശം ഇതേ അർത്ഥം. അവരുടെ കമ്പനിയിൽ. അവരുടെ കമ്പനി എന്ന് ഉദ്ദേശിച്ചത് കൂട്ടുകെട്ടിൽ, അവരുടെ കൂട്ടുപിടിച്ച് വന്നു എന്നുള്ള അർത്ഥം. മൈ ഫ്രണ്ട് ഇൻ ദ കമ്പനി ഓഫ് ഓൾ സ്റ്റുഡൻസ്. അപ്പോൾ ഒരു കോമ വരും കേട്ടോ മൈ ഫ്രണ്ട് കഴിഞ്ഞിട്ട്. മൈ ഫ്രണ്ട് ഇൻ ദ കമ്പനി ഓഫ് ഓൾ സ്റ്റുഡൻസ് ഹാസ് അറൈവ്ഡ്. ഓക്കെ, അതിനകത്തൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല. വേർബ് ഫസ്റ്റ് സബ്ജക്റ്റുമായിട്ടാണ് അഗ്രി ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇൻ അഡീഷൻ ടു. മൈ ഫ്രണ്ട് ഇൻ അഡീഷൻ ടു ഹിസ് സ്റ്റുഡൻസ് ഹാസ് അറൈവ്ഡ്. മൈ ഫ്രണ്ട് ഇൻ അഡീഷൻ ടു ഹിസ് ഫ്രണ്ട്സ് ഹിസ് സ്റ്റുഡൻസ് ഹാസ് അറൈവ്ഡ്. ഓക്കെ, ഇനി അടുത്തതോ ഇൻ അഡീഷൻ ടു എന്ന് പറഞ്ഞാൽ കൂടാതെ. അത് കൂടാതെ ഫ്രണ്ട് ഒറ്റയ്ക്കല്ല വന്നത്, കൂടാതെ കുട്ടികളും ഉണ്ടായിരുന്നു, സ്റ്റുഡൻസും ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ഒരു സംഭവമാണ് ബിസൈഡ്സ്. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, കൂടാതെ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ബിസൈഡ്സിനകത്ത് ഒരു ചെറിയ കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ മീനിങ് ബിസൈഡ് ഉണ്ട്, ബിസൈഡ്സ് ഉണ്ട്. ബിസൈഡ് എന്ന് പറഞ്ഞാൽ ബൈ ദ സൈഡ് ഓഫ് എന്നാണ് അർത്ഥം. ഹീ ഈസ് സ്റ്റാൻഡിങ് ബിസൈഡ് മൈ ചെയർ. എൻ്റെ ചെയറിൻ്റെ അടുത്താണ് അവൻ നിൽക്കുന്നത്, അതിനോട് ചേർന്നാണ് നിൽക്കുന്നത് എന്നുള്ള അർത്ഥമാണ് ബിസൈഡ് ആണെങ്കിൽ. ഓക്കെ, ബിസൈഡ്സ് ആണെങ്കിലോ അത് കൂടാതെ എന്നുള്ള അർത്ഥം. ഓക്കെ, അപ്പം ബിസൈഡ്സ് മൈ ഫ്രണ്ട് ഓൾ ഹിസ് സ്റ്റുഡൻസ് ഹാസ് അറൈവ്ഡ്. ബിസൈഡ്സ് മൈ ഫ്രണ്ട് ഓൾ ഹിസ് സ്റ്റുഡൻസ് ഹാസ് അറൈവ്ഡ്. അപ്പം ആ ഒരു ബിസൈഡ്സിനെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ മൈ ഫ്രണ്ട് ബിസൈഡ്സ് ഓൾ ഹിസ് സ്റ്റുഡൻസ് അത് അങ്ങനെ ചേരത്തില്ല. അതുകൊണ്ടാണ് ഈ സെൻറ്റൻസിനെ നമ്മൾ ഇങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. ബിസൈഡ്സ് മൈ ഫ്രണ്ട് ഓൾ ഹിസ് സ്റ്റുഡൻസ് ഹാസ് അറൈവ്ഡ്. ഓക്കെ, ഫ്രണ്ട് മാത്രമല്ല, ഫ്രണ്ട് കൂടാതെ സ്റ്റുഡൻസ് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം അവിടെ ആ ഹാസ് എഗ്രി ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് സബ്ജക്റ്റുമായിട്ട് ആണ്. അക്കമ്പനീഡ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം മീനിങ് ആണ്. എന്താണ് അക്കമ്പനീഡ് ബൈ? ഒപ്പം, കൂട്ടുകൂടി എന്നുള്ള അർത്ഥം. മൈ ഫ്രണ്ട് അക്കമ്പനീഡ് ബൈ ഓൾ ഹിസ് സ്റ്റുഡൻസ് ഹാസ് അറൈവ്ഡ്. മൈ ഫ്രണ്ട് അക്കമ്പനീഡ് ബൈ ഓൾ ഹിസ് സ്റ്റുഡൻസ് ഹാസ് അറൈവ്ഡ്. ഇതിനകത്തൊരു ചെറിയ വ്യത്യാസം ബിസൈഡ്സിന് മാത്രം ഉള്ളായിരുന്നു. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ ഈ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് അവിടെ ഫസ്റ്റ് സബ്ജക്റ്റുമായിട്ടാണ് വേർബ് എഗ്രി ചെയ്യുന്നത്.
മനസ്സിലായല്ലോ? അപ്പം ഇത് മൊത്തത്തിലൊരു പുക ആയി പോകരുത്. ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് എഴുതി വെക്കണം നിങ്ങൾ, കേട്ടോ? ഇനി അടുത്തത് എന്ന് പറയുന്നത് വൺ ഓഫ്, ഈച്ച് ഓഫ്, എവ്രി വൺ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ്, ഇതിൻ്റെയൊക്കെ കൂടെ ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ് എങ്കിൽ വേർബ് സിംഗുലർ ആയിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് പ്ലൂറൽ സബ്ജക്റ്റ് സിംഗുലർ വേർബ് എന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്നൊരു സംശയം തോന്നും. എക്സാമ്പിൾ കേൾക്കുമ്പോൾ ഇതായിരുന്നോ എന്ന് നമുക്ക് തോന്നും. എക്സാമ്പിൾ പറയാം. വൺ ഓഫ് ദി പ്ലെയേഴ്സ് ഈസ് സെലക്റ്റഡ് ഫോർ ദി മാച്ച്. വൺ ഓഫ് ദി പ്ലെയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? പ്ലൂറലാണ് അല്ലേ? അപ്പം നമുക്ക് എപ്പോഴും ഒരു ടെൻഡൻസി വരുന്നത് അവിടെ ഒരു ആർ എഴുതാനാണ് അല്ലേ? പക്ഷേ ഇപ്പറേ വൺ ഓഫ് ദി ഉള്ളത് കൊണ്ട് നമ്മൾ എന്തെഴുതും? ഈസേ എഴുതത്തുള്ളൂ. ഓക്കെ, വൺ ഓഫ് ദി പ്ലെയേഴ്സ് ഈസ് സെലക്റ്റഡ്. വൺ ഓഫ് ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉള്ളതിൽ ഒന്ന് എന്നാണ് അർത്ഥം. ഓക്കെ, ഈച്ച് ഓഫ് ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതിൻ്റെ അർത്ഥം ഓരോന്നും എന്നാണ് അർത്ഥം. ഓരോന്നും. സോ ഈച്ച് ഓഫ് ദി ബോയ്സ് ഈസ് ഗുഡ് അറ്റ് മാത്സ്. ഈച്ച് ഓഫ് ദി ബോയ്സ് എന്ന് കണ്ട ഉടനെ കയറി ആറെന്ന് എഴുതരുത്. ഈച്ച് ഓഫ് ദി ബോയ്സ് ഈസ് ഗുഡ് അറ്റ് മാത്സ്. ഓക്കെ, എല്ലാ ബോയ്സും എന്നുള്ള, അപ്പോൾ ഓരോ ബോയ്സും മാത്സിന് ഗുഡ് ആണ് എന്നുള്ള അർത്ഥം. ഓക്കെ ആണോ? അത് മാത്സ് ടീച്ചറിനോട് ചോദിക്കണം അല്ലേ? ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് എവ്രി വൺ ഓഫ്. അത് എല്ലാം എന്നാണ്. പക്ഷേ സ്ട്രെസ്, ഓരോരുത്തർക്കും സ്ട്രെസ് ഉണ്ട്. നമ്മളവരെ ഒരു ഗ്രൂപ്പായിട്ടാണ് കാണുന്നത്. എവ്രി വൺ ഓഫ് ദി ചിൽഡ്രൻ ഈസ് ഗോഡ്സ് ഗിഫ്റ്റ്. എവ്രി വൺ ഓഫ് ദി ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്, ചൈൽഡ് അല്ല, ചിൽഡ്രൻ. എവ്രി വൺ ഓഫ് ദി ചിൽഡ്രൻ ഈസ് ഗോഡ്സ് ഗിഫ്റ്റ്. നമ്മൾ സാധാരണ പറയുകയാണെങ്കിൽ ചിൽഡ്രൻ ആർ ഗോഡ്സ് ഗിഫ്റ്റ് എന്ന് പറയാം. കുട്ടികൾ ദൈവത്തിൻ്റെ വരദാനമാണ് എന്ന് പറയാം. പക്ഷേ ഇവിടെ എവ്രി വൺ ഓഫ് ദി എന്ന് വരുമ്പോഴത്തേക്ക് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ്. മനസ്സിലായല്ലോ? ഇനിയുള്ളത് ഐദർ ഓഫ് ദി സ്റ്റുഡൻസ് സ്പീക്സ് ഹിന്ദി. സ്പീക്സ് ആണ് വന്നത്, സിംഗുലർ വേർബാണ്. ഐദർ ഓഫ് ദി സ്റ്റുഡൻസ് സ്പീക്സ് ഹിന്ദി. സ്റ്റുഡൻസ് എന്നാണ്. ഐദർ ഓഫ് ദി സ്റ്റുഡൻസ് സ്പീക്സ് ഹിന്ദി. ഓക്കെ, സ്റ്റുഡൻസ് എന്ന് കാണുമ്പോൾ നമുക്ക് സ്പീക്ക് എന്ന് എഴുതാൻ ഒരു ടെൻഡൻസി വരും. പക്ഷേ ഐദർ ഓഫ് ആയതുകൊണ്ട് ആ ടെൻഡൻസിയൊക്കെ അടക്കി വെക്കുക, എന്നിട്ട് അതിനെ സിംഗുലർ വേർബ് എഴുതി വെക്കുക. ഓക്കെ, ഇനി നൈദർ ആണെങ്കിലോ? നൈദർ ഓഫ് ദി ഗേൾസ് പ്ലേസ് ചെസ്. നൈദർ ഓഫ് ദി ഗേൾസ് ആയതുകൊണ്ട് നമുക്ക് ഒരു പ്ലേ എഴുതാനൊരു ടെൻഡൻസി വരും. അരുതപൂ, അരുത്. അവിടെ എന്താ എഴുതേണ്ടത്? അവിടെ പ്ലേസ് ആണ് എഴുതേണ്ടത്. ഓക്കെ, സിംഗുലർ വേർബ് ആണ് എഴുതേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? നിങ്ങൾ ഈ പോയിൻറ്റ്സ് എല്ലാം ഒന്ന് എഴുതി വെക്കുക. എക്സാമ്പിൾസ് എഴുതി വെച്ചാൽ മതി, നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കത്തും. ഓക്കെ, റൂൾ എഴുതി വെക്കുന്നതിലും എക്സാമ്പിൾസ് എഴുതി വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടി യൂസ്ഫുൾ. ഓക്കെ, എന്തെഴുതിയാലും അതിൻ്റെ കൂട്ടത്തിൽ എക്സാമ്പിൾ എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പ്രശ്നക്കാർ ഈച്ച് ആൻഡ് എവ്രി. പ്രശ്നക്കാരെന്ന് വിളിക്കേണ്ട, കാരണം നമ്മളവരെ അകറ്റി നിർത്തും അല്ലേ? കൂട്ടുകാരെന്ന് വിളിക്കാം, അപ്പം നമ്മളവരെ ചേർത്തി നിർത്തുമല്ലോ. ഓക്കെ, സോ ഈച്ച് ആൻഡ് എവ്രി. ഈച്ച് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഓൺ ഇൻഡിവിജ്വൽ, അതിൽ ഓരോരുത്തർക്കും സ്ട്രെസ് ഉണ്ട്. എവ്രി എന്ന് പറഞ്ഞാലോ? എവ്രി എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പിനെ മുഴുവൻ നമ്മൾ ഒറ്റയായിട്ട് കാണുകയാണ്. അതും സിംഗുലറാണ്, ഈച്ചും സിംഗുലറാണ്. സോ ഈച്ച് ആൻഡ് എവ്രി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും സിംഗുലർ വേർബിൻ്റെ കൂടെയാണ് പോകുന്നത്. ഇവിടെ പറയുന്നത് ഈച്ച് ആൻഡ് എവ്രി പ്ലസ് 2 സിംഗുലർ സബ്ജക്ട്സ്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിലും വേർബ് സിംഗുലർ തന്നെ ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈച്ച് ബോയ് ആൻഡ് ഗേൾ ഈസ് സപ്പോസ്ഡ് ടു അറ്റൻഡ് ദി ക്ലാസ്. ഈച്ച് ബോയ് ആൻഡ് ഗേൾ, ഓരോ ബോയും ഓരോ ഗേളും ഈസ് സപ്പോസ്ഡ്
to attend the class. Each boy and girl, രണ്ട് കൂട്ടരും വന്നു, പക്ഷേ ഈച്ച് ഉള്ളത് കൊണ്ട് ഈസ്. ഓക്കെ. എവ്രി ആണെങ്കിലോ, എവ്രി നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന എക്സാമ്പിളാണ്. എവ്രി സ്കൂൾ ആൻഡ് കോളേജ് ഹാസ് എ പ്ലേ ഗ്രൗണ്ട്. സ്കൂളും കോളേജും എല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു പിന്നെ ഹാവ് എഴുതാനൊരു ടെൻഡൻസി വരും. പക്ഷേ എവ്രി ഉള്ളത് കൊണ്ട് ഓർത്തോളുക, നമ്മൾ എന്താ എഴുതേണ്ടത്? ഹാസ്. അതിനെ ഒരു ഗ്രൂപ്പായിട്ടാണ് കാണുന്നത്, ഒന്നായിട്ടാണ് കാണുന്നത്. ഓക്കെ. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ എക്സസൈസസ് നോക്കാം. ഇന്നത്തെ ക്ലാസ് ഇത്രയും കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം കൂടുതൽ ഞാനിനി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിലൊരു കൺഫ്യൂഷനായിരിക്കും അല്ലേ? പിന്നെ നിങ്ങൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് എഴുതിയെടുക്കുക, എന്നിട്ട് നിങ്ങളൊന്ന് മനസ്സിരുത്തി ചിന്തിക്കുക, ഒന്ന് മനസ്സിൽ ഉറപ്പിക്കുക. എന്നിട്ട് അതിനുശേഷം ഞാൻ ഈ തരുന്ന എക്സസൈസ് നിങ്ങൾ ചെയ്ത് നോക്കുക. എക്സസൈസ് എന്ന് പറയുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും ആദ്യം തരുന്നത്, ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. ആ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. എന്നിട്ട് ഞാൻ തരുന്ന ആൻസറുമായിട്ട് നിങ്ങളൊന്ന് തട്ടിച്ച് നോക്കുക, എന്നിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കുക. എന്നിട്ട് എന്നോട് പറയുക നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയോ, ഫോളോ ചെയ്യാൻ പറ്റിയോ എന്ന് പറയുക. ഓക്കെ. സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിൻ്റെ പാർട്ട് 2 ആയിരുന്നു. പാർട്ട് 3 കൂടി നമുക്ക് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് നമുക്ക് അവസാനിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ടെൻസിലേക്ക് പോകാം. കുറച്ച് ടെൻസ് അത്യാവശ്യം പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് കൂടുതൽ എക്സസൈസസ് നോക്കാം. ഓക്കെ. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ദി സോൾട്ട് ഓർ പെപ്പർ ഡാഷ് ഓൺ ദ ടേബിൾ. ഓർ വരുമ്പോൾ ഈസാണോ ആരാണോ? ജെനി ആൻഡ് മീനു, ആൻഡ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഈസാണോ ആരാണോ? നൈദർ രോഹിത് നോർ അലൻ. നൈദർ നോർ വരുമ്പോൾ എന്താണ് റൂൾ? നോ ആണോ നോസ് ആണോ? ജോൺ ആസ് വെൽ as മേരി ഡാഷ്. അപ്പം വോണ്ട് ആണോ വോൺസ് ആണോ? ഐദർ ദി ഫാദർ ഓർ ദി മദർ. ഐദർ ഓർ വരുമ്പം എന്താണ് റൂള്? ഹാസ് ആണോ ഹാവ് ആണോ? കണ്ടുപിടിച്ചേ, ആലോചിച്ചേ. ഓക്കെ. ഉത്തരം കറക്റ്റാണോ എന്ന് നോക്കുക. സോൾട്ട് ഓർ ആയതുകൊണ്ട് സിംഗുലർ ഈസ്. ജെനി ആൻഡ് വന്നതുകൊണ്ട് ആർ. നൈദർ നോർ വരുമ്പോഴെന്താണ്? വേർബിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സബ്ജക്റ്റ് ഇവിടെ അലനാണ്. അപ്പോൾ അലനുമായിട്ട് അഗ്രി ചെയ്യുന്നു. ഓക്കെ. സോ നോസ് വന്നു. ജോൺ ആസ് വെൽ as മേരി. ആസ് വെൽ as വരുമ്പം ആദ്യത്തെ സബ്ജക്റ്റിനെയാണ് സ്ട്രെസ് ചെയ്യേണ്ടത്. ഓക്കെ. അതുമായിട്ടാണ് അഗ്രി ചെയ്യേണ്ടത്. ഐദർ ദി ഫാദർ ഓർ ദി മദർ. ഐദർ ഓർ വരുമ്പോഴത്തേക്ക് ഹാസ്. ഓക്കെ. രണ്ടും സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട്. കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നോക്കാം. അബ്ദുൾ ഓൾവേസ് ഡാഷ് മോർ മാർക്സ് ദാൻ ഹാരിസ്. മോർ ദാൻ ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? പിന്നെ അടുത്തതിന് ആസ് വെൽ ആസ്. അപ്പം എന്താണ്? ഹാസ് ആണോ ഹാവ് ആണോ? ഐദർ ഓഫ് വരുമ്പോഴെന്താണ്? ഈസാണോ ആറാണോ? എവ്രി വില്ലേജ് ആൻഡ് ടൗൺ. എവ്രി വരുമ്പോഴെന്താണ്? ദ പപ്പീസ് ഓർ ദി ക്യാറ്റ്. ഓർ ആണ്. അപ്പം ഹാസ് ആണോ ഹാവ് ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. രണ്ടും സിംഗുലർ സബ്ജക്റ്റ് ആണ്. യെസ്. ഓക്കെ. അപ്പം നമുക്ക് ആൻസർ നോക്കാം. കറക്റ്റ് ആണോ എന്ന് പറയണേ. അബ്ദുൾ ഓൾവേസ് ഗെറ്റ്സ് മോർ മാർക്സ്. മോർ മാർക്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് അബ്ദുള്ളാണ് സ്ട്രെസ്. ഗീതു ആസ് വെൽ ആസ് വരുമ്പോഴും ആദ്യത്തെ സബ്ജക്റ്റിനാണ് സ്ട്രെസ്. അപ്പം ഹാസ്. ഐദർ ഓഫ് വരുമ്പോഴത്തേക്ക് എന്താ? ഈസാണ്, സിംഗുലറാണ്. എവ്രി വരുമ്പോഴും സിംഗുലറാണ്. പപ്പീസ് ഓർ ദ ക്യാറ്റ് എന്ന് പറയുമ്പോഴോ രണ്ടും സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് വേർബ് സിംഗുലർ ആകുന്നു. ഓക്കെ. മനസ്സിലായല്ലോ? ഒരുപാട് കാട് കയറി ചിന്തിച്ച് മണ്ടത്തരമൊന്നും കാണിച്ച് വെക്കരുത്. സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. ഓക്കെ. അപ്പം നമുക്ക് കുറച്ച് ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ഐദർ രാജേഷ് ഓർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് കം. ഐദർ ഓർ വരുമ്പം എന്താണ് റൂൾ? കുറച്ച് മുമ്പേ നമ്മൾ കണ്ടതാണ്. നൈദർ ഓഫ് അസ് ഡാഷ് കോഫി. നൈദർ ഓഫ് വരുമ്പം ദ ബോയ് അലോങ് വിത്ത് ദി
tourist dash gone. അപ്പം the boy along with the tourist. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? എവ്രി വൺ ഓഫ് യു, എവ്രി വൺ ഓഫ് വരുമ്പോൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഡിസ്കസ് ചെയ്യാത്തത് അടുത്ത പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പം ആൻസേഴ്സ് ശരിയാണോ എന്ന് നോക്കിയേ. ഐദർ രാജേഷ് ഓർ ഹിസ് ഫ്രണ്ട്സ് ഹാവ്, ഫ്രണ്ട്സുമായിട്ടാണ് അഗ്രി ചെയ്യുന്നത് ഐദർ ഓർ വരുമ്പം. പിന്നെ നൈദർ ഓഫ് അസ് ലൈക്സ് കോഫി, നൈദർ ഓഫ് വരുമ്പോഴത്തേക്ക് സിംഗുലർ ആവും വേർബ്. ദി ബോയ് അലോങ് വിത്ത് ദി ടൂറിസ്റ്റ്, അലോങ് വിത്ത് ദി വരുമ്പോഴത്തേക്ക് സ്ട്രെസ്സ് ബോയ്ക്കാണ്, ഫസ്റ്റ് സബ്ജക്റ്റിനാണ്. ഓക്കെ. എവ്രി വൺ ഓഫ് യു ഹാസ്, എവ്രി വൺ ഓഫ് വരുമ്പോഴത്തേക്ക് നമ്മുടെ വേർബ് സിംഗുലർ ആകുന്നു. ഓക്കെ. ഇതെല്ലാവരും വളരെ ഈസി ആയിട്ട് ശരിയാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കറക്റ്റ് ദി ഫോളോയിങ് സെൻറ്റൻസസ്. ഇതും ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്. Each of the employees are working hard. One of the students are absent today. Neither Lal nor his relatives has arrived. One of us have brought a globe. Neither the man nor his wife are very careful. The books placed on the table needs binding. നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ, ആൻസർ നോക്കാതെ. ഇത് പോസ് ചെയ്ത് ആൻസേഴ്സ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഇത് പ്ലേ ചെയ്തിട്ട് ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്ന് നോക്കാം കേട്ടോ. ഈച്ച് ഓഫ് ദി എംപ്ലോയീസ് വരുമ്പം സിംഗുലർ ആകും ഈസ്. വൺ ഓഫ് ദി സ്റ്റുഡൻസ് വരുമ്പം സിംഗുലറാണ്, അപ്പോൾ ഈസ്. നൈദർ നോർ വരുമ്പോഴോ വേർബ് അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സബ്ജക്റ്റുമായിട്ടാണ് അഗ്രി ചെയ്യുന്നത്, കാരണം അതിലൊരെണ്ണം പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട്. ഓക്കെ. പിന്നെ വൺ ഓഫ് അസ് വരുമ്പോൾ സിംഗുലറാണ്. നൈദർ നോർ വരുമ്പോഴോ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? രണ്ടും സിംഗുലർ സബ്ജക്ട്സ് ആണ്, അതുകൊണ്ട് ഈസ് മതി, സിംഗുലർ മതി. ഓക്കെ. ദി ബുക്സ് പ്ലേസ്ഡ് ഓൺ ദി ടേബിൾ നീഡ് ബൈൻഡിങ്. ബുക്സിനാണ് സ്ട്രെസ്. പ്ലേസ്ഡ് ഓൺ ദി ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ സൈഡ് ലൈൻ ചെയ്ത് കളയുക. ഇത് ഇവിടെ ബുക്സിനാണ് സ്ട്രെസ്, അതുകൊണ്ട് വേർബ് ബുക്സുമായിട്ട് അഗ്രി ചെയ്യുന്നു. ഓക്കേ. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് തോന്നുന്നു. എക്സസൈസ് എല്ലാം നിങ്ങൾ തന്നെയായിരിക്കും ചെയ്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ആൻസേഴ്സൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വന്നു എന്ന് ഞാൻ കരുതുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.